പറഞ്ഞു പറഞ്ഞു മടുത്തിട്ടും പറയുന്നവരും കേൾക്കുന്നവരും മടുത്തിട്ടും സാക്ഷാൽ സണ്ണി ആശാന് ഒരു മടുപ്പുമില്ല. കേരളം ഇരുട്ടിൽ കിടന്ന് കറങ്ങിയാണ്. ഏതു സമയത്തും പ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങുകൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സാക്ഷാൽ സണ്ണി ജോസഫിന്റെ പുതിയ വർത്തമാനം. എന്തായിരുന്നു അത്? പഴയ സർക്കാരിന്റെ കടങ്ങൾ ഏറ്റെടുക്കാൻ ഈ സർക്കാർ ഇങ്ങനെ ബാക്കി നിൽക്കുകയാണ്. മുഴുവൻ കടങ്ങളും ഞങ്ങളല്ലേ ഏറ്റെടുക്കേണ്ടതെന്ന്. പഴയ സർക്കാർ വലിയ രീതിയിൽ ഇവിടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ മുന്നിൽ നിന്ന് നേരിടുമ്പോൾ വലിയ രീതിയിൽ ഈ വലിയ സ്പെൻഡ് കൂടിയപ്പോൾ കടമുണ്ടായിട്ടുണ്ട്. ആ കടത്തിനെ നിങ്ങൾക്ക് ഏറ്റെടുക്കുകയോ ഏറ്റെടുക്കാതെയോ ആ പദ്ധതികൾ തുടരുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യാം. അതൊക്കെ പുതിയ ഗവൺമെന്റിന്റെ നയവും നയപ്രഖ്യാപനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ സാക്ഷാൽ സണ്ണി ജോസഫ് കയറി നിൽക്കുന്ന വകുപ്പ് 60 ദിവസം കൊണ്ട് 20 കൊല്ലം പുറകോട്ട് സഞ്ചരിച്ച് നിൽക്കുന്നതിനെ കുറിച്ച് പറയാനുള്ള ആർജവം സണ്ണി ജോസഫിന് ഇന്നും ഇല്ല എന്നുള്ളതാണ്. മണിയാശാൻ, കെ കൃഷ്ണൻകുട്ടി, ഏറ്റവും അവസാനം ഇരുന്ന ഈ 2 വൈദ്യുതി മന്ത്രിമാരെ മാത്രം എടുത്താൽ മതി സണ്ണി ജോസഫ് എന്തുമാത്രം മോശമായാണ് ഓരോ കാര്യങ്ങളും കൺവേ ചെയ്യുന്നത് എന്നുള്ളത്. എന്താണ് സണ്ണി ജോസഫ് ചെയ്തത്? കേറി 7 തികയ്ക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ മുഖത്ത്, UDF മുഖത്ത് ആദ്യ അടി കൊടുത്തു. സ്വന്തം അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചുകൊണ്ട് ഒടുവിൽ ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിടിച്ചു നിൽക്കാൻ നോക്കി. കോൺഗ്രസിന്റെ DCCയിലൊക്കെ ഉള്ള ആളാണ്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്, എന്റെ അളിയനായതുകൊണ്ട് എങ്ങനെ മാറ്റി നിർത്തുമെന്ന് പിടിച്ചു നിൽക്കാനായില്ല. ശക്തമായി അതിനുള്ള മുറവിളികൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷം പവർ കട്ട്, പവർ ഫെയിലിയർ ആണെന്ന് പറയുമ്പോൾ ഓരോ വളരെ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ പോലും ഉണ്ടാകാവുന്ന കറണ്ട് കട്ടിനെ വലിയ രീതിയിൽ സോഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ജനങ്ങളുടെ ഹാബിറ്റിലേക്ക് കറണ്ട് കട്ടിനെ, പവർ കട്ടിനെ, ലോഡ് ഷെഡിങ്ങിനെ 60 ദിവസം കൊണ്ട് എടുത്തു വെച്ച് മലയാളിയുടെ ശീലമാക്കി മാറ്റി സണ്ണി ജോസഫ്. എന്നിട്ട് വന്ന് കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറയുന്നു എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് കാര്യമെങ്കിലും പറഞ്ഞിട്ടാണ് ഈ തള്ളലെങ്കിൽ, ഈ വിടുവായത്തമെങ്കിൽ അത് കേൾക്കാൻ രസമുണ്ടായിരുന്നു. കേൾക്കാൻ പോലും രസമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഒരു മുന്നണിയെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കി, ഒരു മുന്നണിയെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വകുപ്പിനെ എങ്ങനെയാണ് ഇങ്ങനെ 60 ദിവസം കൊണ്ട് അധപ്പതിക്കാൻ സാധിക്കുക? 4 വർഷവും 10 മാസവും ഉണ്ടിന് ബാക്കി. എങ്ങനെയാണ് ഇദ്ദേഹമൊക്കെ ഓട്ടം തികയ്ക്കുക? എവിടെയാണ് വൈദ്യുതി വകുപ്പ് എത്തി നിൽക്കുക? എങ്ങനെയാണ് നമ്മളൊക്കെ ഈ നാട്ടിൽ കറണ്ട് ഉപയോഗിച്ച് ജീവിക്കുക എന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷയുള്ള സമയങ്ങളാണ്. ഇപ്പോ ഓരോ സ്ഥലങ്ങളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ ഒക്കെ കയറി ചെല്ലുമ്പോൾ മലയാളികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എമർജൻസി ടോർച്ച് ഇതൊക്കെ ഓഫറുകളായി ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്, സ്ഥാനം പിടിക്കുകയാണ്. എവിടെയോ പോയി വിൽപ്പന നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ എവിടെയോ പോയി ഫ്ലോറിന്റെ ഒരു മൂലക്കിരുന്ന അത്തരം ഉപകരണങ്ങൾ വീണ്ടും തലപൊക്കി വിറ്റഴിച്ചു തീർക്കുകയാണ് പണ്ടുണ്ടായിരുന്ന സ്റ്റോക്കുകളൊക്കെ. അങ്ങനെ സണ്ണി ജോസഫ് ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ് കേരള രാഷ്ട്രീയത്തിലും UDF മന്ത്രിസഭയിലും.